സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സർവ്വരോഗ നിവാരണിയായിട്ടുള്ള വാഴയ്ക്കയെ കുറിച്ചിട്ടായിരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ നല്ലൊരു സബ്ജക്റ്റാണ് വാഴയ്ക്ക. അത് പച്ച വാഴയ്ക്ക. നമ്മൾ കാണാം, കല്യാണത്തിനും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു വാഴ ഇങ്ങനെ വെട്ടിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ പച്ച വാഴയ്ക്ക നിറയെ ഉണ്ടാവും. അപ്പോൾ അതൊരു ശുഭമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പൂർവികന്മാർ വാഴയെ ഇങ്ങനെ രീതിയിൽ പ്രദർശിപ്പിച്ചത്? അതുകൂടാതെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എല്ലായിടത്തും നമ്മൾ നോക്കാം, വാഴപ്പഴം കാണാം. തേങ്ങ, വാഴപ്പഴം ഇതെല്ലാമായിരിക്കും ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വാഴയ്ക്ക് ഇത്ര പ്രാമുഖ്യം വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ വാഴനെ കുറിച്ചിട്ട് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടുള്ളവർ എന്തുകൊണ്ട് വാഴയ്ക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ള കാര്യം അറിയാം. നമ്മുടെ തമിഴ്നാട്ടിൽ നടൻ കമലഹാസൻ, അദ്ദേഹത്തിന് അൾസർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഡോക്ടർമാരിനെല്ലാം കണ്ടു. പല രീതിയിൽ ഇത്രയും പൈസയുണ്ട്, ഇത്രയും പ്രശസ്തനാണ്, എല്ലാവരുടെയും കണ്ടിട്ടും അദ്ദേഹത്തിന് അൾസർ മാറിയില്ല. അൾസർ മാറാതിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറയുമ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞ പ്രകാരം പച്ച നേന്ത്രക്കായ ഉണക്കി പൊടിച്ചതിന് ശേഷം ആ പൊടി കുറുക്കി കഴിച്ചതിന് ശേഷമാണ് ആ വ്യക്തിയുടെ അൾസർ പൂർണ്ണമായിട്ട് മാറിയത്. ഇത് നമ്മുടെ PV തോമസിൻ്റെ ഗ്രഹവൈദ്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്, കമലഹാസൻ്റെ അനുഭവം. വളരെ നല്ലൊരു അനുഭവമാണ്. കാരണം ഇന്നും പലർക്കും ഈ വയറ്റിൽ അൾസർ പിടിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്തെല്ലാം ഓടിയതിന് ശേഷം ഒരു മാറ്റമില്ലാതെ വീണ്ടും ഈ വാഴയ്ക്ക കഴിച്ചിട്ട് അവരുടെ അൾസർ മാറിയ ഇഷ്ടം പോലെ ഇതുണ്ട്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം ഈ ഇംഗ്ലീഷ് മരുന്ന്, അൾസർ കൊണ്ട് കഷ്ടപ്പെട്ടതിന് ശേഷം, ഇംഗ്ലീഷ് മരുന്ന് കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം അവസാനം ഈ മൂത്ത നേന്ത്രക്ക അതിൻ്റെ കറയോട് കൂടിയിട്ട് രാവിലെ 21 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അൾസർ പൂർണ്ണമായിട്ടും മാറി. പിന്നെ സ്വാമി നിർമ്മലാനന്ദഗിരി അദ്ദേഹം ഹൃദയത്തിലെ ബ്ലോക്കിന് വേണ്ടിയിട്ട് പറയുന്നൊരു ഔഷധം എന്ന് പറയുമ്പോൾ പാളയംകുടൻ്റെ കുടപ്പൻ്റെ നീരാണ്. പാളയംകുടൻ ചെടിയുടെ പൂവ് അല്ലെങ്കിൽ കുടപ്പെന്ന് പറയും. അതിനെ ഒടിച്ചു കഴിഞ്ഞാൽ വരുന്ന തുള്ളി തുള്ളിയായിട്ട് വരുന്ന ആ നീരിനെ 6 തുള്ളി വെള്ളത്തിൽ കലർത്തി കഴിക്കാനാണ് അദ്ദേഹം പറയുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് മിക്കവർക്കും ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. കാരണം അത്രയും പൂവ് ഇവിടെ കിട്ടും, ദിവസവും ഓരോരോ പൂവ് ഒടിക്കണം. അതിന് പകരം ബാക്കിയുള്ളവർ പറയുന്നൊരു ചെറിയൊരു ഉപായം എന്ന് പറയുമ്പോൾ പാളയംകുടത്തിൻ്റെ പച്ച നേന്ത്രക്കായ എടുക്കുക, അതിനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിൽ അത്രയും തന്നെ തേങ്ങയും കൂടി കലർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സലാഡായി. ഈ സലാഡ് രൂപത്തിൽ നമ്മൾ 41 ദിവസം കഴിക്കുകയാണെങ്കിൽ ഹാർട്ട് ബ്ലോക്കിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കറയും കിട്ടും, രണ്ടാമത് വാഴയ്ക്ക് ഉള്ളിൽ കഴിച്ച മാതിരിയായി. ഇനി ഈ പച്ചവാഴയ്ക്ക പറയുന്ന പ്രയോഗങ്ങളിൽ മിക്കവർക്കും പച്ചവാഴയ്ക്ക കഴിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ, നേന്ത്രക്കായ എന്ന് പറഞ്ഞാൽ പഴുക്കുന്നതിന് ആ പാകം, അതായത് പഴുക്കുന്നതിന് മുൻപുള്ള ആ പാകത്തിൽ ആ സമയം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. പഴുക്കുന്നതിന്, അതായത് പഴുത്തിട്ടില്ല, പഴുക്കുന്നതിന് ജസ്റ്റ് തൊട്ട് മുൻപുള്ള സ്ഥലത്ത് ആ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായി സലാഡായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റും. പിന്നെ ഈ പുളിച്ചു തീട്ടൽ, ഗ്യാസ്, അതേമാതിരത്തുള്ള പ്രയോഗങ്ങൾക്കൊക്കെ ഒരു പ്രകൃതി ചികിത്സകൻ പറഞ്ഞൊരു വഴിയാണെന്ന് പറയുമ്പോൾ, ഈ പച്ച വാഴയ്ക്ക നുറുക്കിയതിന് ശേഷം നമുക്ക് സലാഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് തോലോട് കൂടിയിട്ട് അതിന് ചെറുതായിട്ട് അരിയണമെന്നാണ്. അത് ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ആ തോല് കളഞ്ഞിട്ട് കറയോട് കൂടിയിട്ട് നമ്മൾ ഒരു പകുതി വാഴയ്ക്ക എടുത്തതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം തേങ്ങയും കൂട്ടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ്, അസിഡിറ്റി ഇങ്ങനത്തുള്ള യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന രോഗങ്ങൾക്കുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പല മരുന്ന് കഴിച്ചിട്ടും അവരുടെ അസിഡിറ്റി മാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ അസിഡിറ്റി വളരെ പെട്ടെന്ന് മാറും. അപ്പോൾ അങ്ങനെയൊരു പ്രയോഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ BPക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രയോഗം എന്ന് പറയുമ്പോൾ വാഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞ് കറി വയ്ക്കുക എന്നുള്ളതാണ്. ഷുഗർ ആയാലും ശരി, BP ആണെങ്കിലും ശരി, നമ്മൾ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ BPയും ഷുഗറും ഉണ്ടാവില്ല. അപ്പോൾ എത്ര കൂടിയ BP ഉള്ളവരാണെങ്കിലും അവരിനെ വാഴപ്പിണ്ടിയുടെ കറി കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ വയറ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയി കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം അവരുടെ BP നോക്കിയാൽ വളരെ കമ്മിയാവും. കാരണം എന്താണ്, അത്രയധികം നാരുണ്ട് അതിൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പൂവ്, ഇത് അങ്ങനത്തുള്ള ആൾക്കാർ ഡെയിലി അതിൻ്റെ ശീലമാക്കുക. പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ ജ്യൂസ് എന്ന് പറയുമ്പോൾ വാഴപ്പോളൻ്റെ ജ്യൂസാണ്. നമ്മൾ സാധാരണ കളയാറുള്ള വാഴപ്പോള ഉണ്ടല്ലോ, അതിനെ നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാം. അപ്പോൾ അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡെയിലി നമുക്ക് നല്ലൊരു ജ്യൂസ് നമുക്ക് കിട്ടും. ഈ വാഴപ്പോള അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ജ്യൂസാക്കിയതിന് ശേഷം പിഴിഞ്ഞതിന് ശേഷം അത് കഴിക്കുക. അപ്പോൾ ചിലവ് കുറഞ്ഞ ഒരു ജ്യൂസായി.
ഇനി ഒരു വൈദ്യൻ പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമാണ്, അതായത് അൾസർ വന്നിട്ടുള്ള രോഗികൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങൾ 41 ദിവസം കഞ്ഞിയും വാഴക്കയുടെ മെഴുക്ക് പുരട്ടിയും, അതായത് വാഴയ്ക്ക കറി വെച്ചിട്ട്, പാളയംകോടനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് വാഴയ്ക്കാണെങ്കിലും വാഴയ്ക്കയുടെ കറിയും കഞ്ഞിയും മാത്രം കഴിക്കുക ഒരു 41 ദിവസം. വാഴയ്ക്കയുടെ കറി വയ്ക്കുമ്പോൾ ഒരിക്കലും ചുവന്ന മുളക് ഇടാതെ അതിന് മെഴുക്ക് പുരട്ടിയുന്ന രൂപത്തിൽ, അതായത് പച്ചമുളക് മാത്രം ഇട്ടതിന് ശേഷം അല്പം വെളിച്ചെണ്ണ തൂക്കി കഴിഞ്ഞാൽ അത് അത്രയാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. അത് നമ്മൾ 41 ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് കഴിക്കേണ്ട ബുദ്ധിമുട്ടുമില്ല, അൾസർ മാറുകയും ചെയ്യും. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. പച്ചയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഴുക്കുന്നതിന് മുൻപ് അവർ കഴിക്കുകയാണെങ്കിൽ ശരിയാണ്. പിന്നെ ഗർഭിണികളുടെ ഈ നെഞ്ചരിച്ചിൽ, പുളിച്ചത് കേട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരും ഇതേമാതിരി തന്നെ പച്ച വാഴയ്ക്ക നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവർക്കും അതൊരു നെഞ്ചരിച്ചലിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ പുരുഷന്മാർക്കുള്ളൊരു പ്രശ്നം, അവരുടെ കൗണ്ട് കമ്മിയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതിന് ഇഷ്ടം പോലെ പൈസ ആൾക്കാർ ചിലവാക്കാറുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കറിയോട് കൂടിയായിട്ടുള്ള ഏത്തപ്പഴം ഒരു 40 ദിവസം കഴിക്കുക. അതായത് ഏത്തപ്പഴം പഴുക്കുന്നതിന് മുൻപ് ആ അവസ്ഥ, അല്ലാന്ന് പറഞ്ഞാൽ പഴുത്തതായാലും കുഴപ്പമില്ല, 40 ദിവസം രാവിലെ നേന്ത്രപ്പഴം കഴിക്കുക എന്ന് പറയുമ്പോൾ എത്ര വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കൂ. പക്ഷെ നിങ്ങളുടെ കൗണ്ട് കൂടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മധുരമായിട്ടുള്ളൊരു സാധനമാണ് ഈ നേന്ത്രപ്പഴം. അപ്പോൾ നമ്മൾ 41 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൗണ്ട് വീണ്ടും ചെക്ക് ചെയ്യുക. കൗണ്ട് തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 5 പൈസ ഇതിന് അധികം ചിലവില്ല, ഒട്ടും തന്നെ ചിലവില്ല, വളരെ നിസ്സാരമായിട്ട് നമുക്ക് കേരളക്കാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ 40 ദിവസം വാഴയ്ക്ക കഴിക്കുക എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഈ ബേബി ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നവർ ഈ പച്ച നേന്ത്രയ്ക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം അത് ഉണക്കി പൊടിച്ചതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബേബി ഫുഡായിട്ട് കിട്ടും. വെളിയിൽ കിട്ടുന്ന വാഴയ്ക്ക പൗഡർ നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത്, കാരണം അതിൽ പ്രിസർവേറ്റീവ് എന്തായാലും ചേർന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ അതിനെ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു സംഗതിയായിട്ട് കുട്ടികൾക്ക് മാറും. വെളിയിലുള്ള കുട്ടികൾക്ക് ഏതൊരു തരത്തിലുള്ള പാക്കഡ് ഫുഡായാലും അത് പ്രിസർവേറ്റീവ് 100% ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പ്രിസർവേറ്റീവ് ഇല്ലാത്ത സാധനം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സ്വയം ചെയ്യുക, അതാണ് നല്ലത്. മൂത്രക്കല്ലിന് ഒരു നല്ലൊരു പ്രയോഗം, അതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നതാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് പറയുമ്പോൾ, ഈ നേന്ത്രക്കായയുടെ ഈ പാളയംകോടൻ്റെ പൂവെടുക്കുക. പൂവെടുത്തതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം അത് ഒരു 1-2 ലിറ്റർ വെള്ളം കഷായം വയ്ക്കുക. പാളയംകോടൻ്റെ ആയിരുന്നാൽ ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ ബാക്കിയുള്ളതും ചെയ്യാം. 3-4 ലിറ്റർ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിന് നല്ലപോലെ കഷായം വയ്ക്കുക. കഷായം വയ്ക്കാത്ത പറഞ്ഞാൽ നല്ലപോലെ തിളപ്പിച്ച് ഒരു കാഭാഗമോ അരഭാഗമൊക്കെ വറ്റിച്ചതിന് ശേഷം ആ വെള്ളം മാത്രം നമ്മളൊരു 3 ദിവസം നമ്മൾ കുടിക്കുകയാണെങ്കിൽ, ദിവസം പുതിയ വെള്ളം ഉണ്ടാക്കണം, അതാണ് കുറച്ചുകൂടി നല്ലത്. 3 ദിവസം കൊണ്ട് കുടിക്കുകയാണെങ്കിൽ മൂത്രക്കല്ല് ടോട്ടലായിട്ട് ഇല്ലാതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായിട്ടൊരു അനുഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മതം ഇല്ലെങ്കിൽ കൂടി ഞാനത് നിങ്ങൾക്ക് തരികയാണ്. പിന്നെ ഈ മലബന്ധത്തിന് നമ്മൾ ഒരുപാട് പേര് മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ, മലബന്ധത്തിന് നമ്മൾ ഒരു കാരണവശാലും ത്രിഫല അങ്ങനത്തുള്ള വയറിളക്കാനുള്ള മരുന്നുകൾ ഒരു കാരണവശാലും കഴിക്കരുത്. കാരണം ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയുണ്ട്, അതായത് നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം ശരീരം ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ ശരീരത്തിൽ നമ്മൾ ഈ വയറിളക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിക്കണം നോക്കുന്ന സമയത്ത് ശരീരത്തിന് മലബന്ധം ഒരുപാട് കൂടും. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരു നിയമം, എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിതിന് ശരീരത്തിന് എത്രത്തോളം മലത്തിനെ പുറത്തള്ളാൻ നോക്കുന്നു, ശരീരം അത്രത്തോളം അതിന് ഓപ്പോസിറ്റായിട്ട് അതിനെ പിടിച്ചു വയ്ക്കാൻ നോക്കും. അപ്പോൾ അവിടെ മലബന്ധം ഒരു കാരണവശാലും തരില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ചിലർ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രക്തത്തെ കമ്മിയാക്കാൻ, അതായത് കൂടുതൽ ലൈറ്റാക്കാൻ വേണ്ടി നോക്കുന്ന ആ സമയത്ത് പിന്നെ ശരീരം വേഗം കട്ട പിടിക്കും. അത് മറ്റൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഏതൊരു പ്രക്രിയ, സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയെ നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുന്നുവോ ശരീരം അതിന് സമ്മതിക്കില്ല. കാരണം ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ ശരീരം അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അത് കാരണം മലബന്ധമുള്ളവർ ഒരു കാരണവശാലും ത്രിഫല അല്ലെങ്കിൽ സുന്നാമുക്കി അല്ലെങ്കിൽ കടുക്ക അല്ലെങ്കിൽ വയറിന് പോകാനുള്ള ഒരു മരുന്ന് അവർ കഴിക്കരുത്. നാച്ചുറലായിട്ടുള്ള രീതിയിൽ മലബന്ധം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ലത് ഒരു 250 ഗ്രാം മുന്തിരി. ഇപ്പം മുന്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമുള്ളതാണെന്നാണ് പറയുന്നത്. മുന്തിരി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഉണക്കമുന്തിരിയല്ല, നമ്മൾ സാധാരണ പഴുത്ത് നമുക്ക് പച്ചക്ക് കിട്ടുന്ന മുന്തിരി, ആ മുന്തിരി കഴിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മലബന്ധത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇനി മലബന്ധത്തിൻ്റെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സംഗതിയാണ് വാഴപ്പിണ്ടി, വാഴപ്പൂവ്. അതായത് വാഴയുടെ ഉള്ളിൽ ആ തണ്ട്, അതേപോലെ തന്നെ ആ പൂവ്, ഇത് കറി വെച്ച് കഴിക്കുക. കാരണം ഇതിൽ ഇഷ്ടംപോലെ ഫൈബർ ഉണ്ട്. അപ്പോൾ ശരീരത്തിന് ടോട്ടലായിട്ട് ഇത് ക്ലീൻ ആക്കും. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഈ രീതിയിലാണ് നമ്മൾ മലബന്ധത്തെ എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ
അടുത്തത് പഴുക്കുമ്പോൾ പിന്നെ മറ്റൊരു പ്രയോഗം നടന്ന സമയത്ത് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ ഉള്ള സമയത്ത് എന്താണെന്ന് പറയുമ്പോൾ ഒരു നാടൻ പ്രയോഗം നടന്നത് ചോറിൽ ഈ വാഴൻ്റെ ഇല നമ്മൾ ഇട്ടതിന് ശേഷം ചോറിനോടൊപ്പം തന്നെ അത് പാകം ചെയ്യുക. ചോറ് വന്നതിന് ശേഷം ഈ വാഴൻ്റെ ഇല വെളിയിൽ കളയുക. ഈ 41 ദിവസം ഈ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രയോഗിച്ചു നോക്കിയില്ല. ഒരു നാടൻ പ്രയോഗമാണ്. പിന്നെ നമ്മുടെ കണ്ണിന് എപ്പോഴും കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയുടെ ഇലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ചൂടോട് കൂടിയിട്ട് ചോറ് അതിൽ വിളമ്പിയിട്ട് ആ ചോറ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കണ്ണിന് വളരെ നല്ല കാഴ്ച കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് വാഴനെ പറ്റി പറയാനുള്ളത്. പിന്നെ മൂത്രക്കല്ലിന് അത് ഏറ്റവും നല്ലത് നമ്മുടെ ഈ സംഗതിയാണ്. ഈ വാഴപ്പിണ്ടിയുടെ നീര് നമ്മൾ നിറയെ കുടിക്കുക. അപ്പോൾ മൂത്രക്കല്ലിന് വളരെ നല്ലതാണ്. അൾസറിനും ഈ വാഴപ്പിണ്ടിയുടെ നീര് നല്ലതാണ്. പ്രകൃതി ചികിത്സയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ വാഴപ്പിണ്ടിയുടെ നീര്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇഷ്ടംപോലെ വാഴയുണ്ട്. ആ വാഴയുടെ പിണ്ടി എടുക്കുക, നീരെടുക്കുക, കുടിക്കുക. അതിൻ്റെ വാഴപ്പിണ്ടി അതേപോലെ തന്നെ അതിൻ്റെ വാഴപ്പൂവ് ഇതെല്ലാം ഉപയോഗിക്കുക. പച്ച നേന്ത്രയ്ക്ക നമ്മൾ ഡെയിലി കറി വെച്ച് കഴിക്കുക, വളരെ നല്ലതാണ്. സിദ്ധവൈദ്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പഴുക്കുന്നതിന് മുൻപ് പച്ചക്ക് കഴിക്കാവുന്ന ഒരേ ഒരു സാധനം നേന്ത്രക്കായ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും പച്ചക്ക് കഴിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് പഴുക്കുന്ന സാധനങ്ങൾ പച്ചക്ക് കഴിക്കേണ്ടത് നേന്ത്രക്കായ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മൾ പച്ചക്ക് കഴിക്കാൻ പാടില്ല. അതായത് മാങ്ങ പച്ചക്ക് കഴിക്കാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ, കാരണം അത് പഴുക്കുന്ന സാധനമാണ്, പഴുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഓറഞ്ച് ആയാലും ശരി, ബാക്കിയുള്ള സാധനത്തിൽ നമ്മൾ പച്ചക്ക് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും പച്ചക്ക് കഴിക്കരുതെന്നാണ് സിദ്ധവൈദ്യൻ്റെ. അതിൻ്റെ കാര്യം എന്താണെന്നല്ല. പക്ഷേ നേന്ത്രക്ക അല്ലെങ്കിൽ ഈ വാഴയ്ക്ക എന്ന് പറഞ്ഞ സാധനം നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റും. അത് സുഹൃത്തുക്കൾ, ഇത്രയാണ് നേന്ത്രക്കായനെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വാഴയ്ക്കനെ പറ്റിയുള്ള വിവരങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇത്രയും നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചാനൽ വന്ന് നോക്കുക. ഇങ്ങോട്ട് ഒരുപാട് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.